നമ്മളിപ്പോൾ കാണുന്നതാണ് 2026 ജീപ്പിൻ്റെ കോമ്പസിൻ്റെ തന്നെ സ്പോർട്ട് മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് നമുക്ക് ആ ഒരു സിഗ്നേച്ചർ 7 സ്ലോട്ട്സ് ഉള്ള ആ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേനും LED റിഫ്ലക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പോർട്ട് ട്രിമ്മാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സ്പോർട്ട് ട്രിം എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസ് മോഡലാണ്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേനും ലിമിറ്റഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത്. നമുക്കിനി അകത്തോട്ട് വരുവാണെങ്കിൽ അകത്ത് നമുക്ക് സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സൈഡ് ഡോർ പാഡിൻ്റെ ആംറസ്റ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ഗ്രേ ഫിനിഷുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് സൈഡിലെ ഡോർ പാഡിൽ നമുക്ക് വരുന്നത്. അവിടുന്ന് നമുക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഒരു നോബ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വരുന്നത് നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ നമുക്ക് വരുന്നുണ്ട്. മൾട്ടി ഫങ്ഷണലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം കൺട്രോൾസ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് അതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. നമുക്ക് ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും രണ്ട് സൈഡിലായിട്ട് നമുക്ക് അനലോഗ് മീറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നടുക്കായിട്ട് നമുക്ക് ഡിജിറ്റൽ മീറ്റർ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 5 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ സ്ക്രീനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സെൻട്രൽ ആം കൺസോളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 8 സ്പീഡിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ നമുക്ക് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ 4x4 നമുക്ക് ആ ഒരു സ്വിച്ച് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവ് ടെറൈൻ മോഡ്സിൻ്റെ കൺട്രോൾസും നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് പാസഞ്ചർ സൈഡിലെ സീറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു മൊത്തത്തിലൊരു ടെക്സ്റ്റേർഡ് ഗ്രേ ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. അതുപോലെ നമുക്ക് റൂഫ്സ് വരുന്നത് നമുക്ക് ബ്ലാക്ക് റൂഫാണ് വരുന്നത്. അതുപോലെ നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ വേരിയന്റിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബേസ് ട്രിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്. അതൊരു 2 ടോണിൽ നമുക്കൊരു ഗ്രേയും ബേജും ബ്ലാക്കും ആ ഒരു കോമ്പിനേഷനുള്ള സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സെയിം ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഉള്ള സീറ്റ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ കോർണിംഗ് ഗ്ലാസ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം റൂമി ഇന്റീരിയർ ആണ് നമുക്ക് വരുന്നത്. അതുപോലെ നടുക്കായിട്ട് AC വെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ USB-Aൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ബാക്കിലായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ വണ്ടിയിൽ നമുക്ക് ബേസ് ട്രിം ആയിട്ട് പോലും നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ജീപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും സൈഡ് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലോവർ ബ്ലാക്ക് ക്ലാഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സൈഡ് മിറേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സൈഡ് മിറേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടയേഴ്സ് വരുന്നത് നമുക്ക് 17 ഇഞ്ചിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ അലുമിനിയം ഫിനിഷിലുള്ള അലോയ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ജീപ്പിൻ്റെ ലോഗോ കാണാൻ പറ്റും. 4x4 നമുക്ക് ആ ഒരു ലോഗോ കാണാൻ പറ്റും. അതുപോലെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ നമുക്ക് ഒരു ക്രിസ്റ്റൽ എലമെന്റോട് കൂടിയുള്ള ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ വരുന്നത് നമുക്ക് ഹൈഡ്ര ബ്ലൂ എന്ന് പറയുന്ന കളറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂ കളർ വരുന്നത്. ഇനി അവിടുന്ന് നമുക്ക് ആ ഒരു ട്രങ്കിലേക്ക് അല്ലെങ്കിൽ കാർഗോ ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് താഴെയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം വലിയൊരു കാർഗോ സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് സീറ്റ്സ് ഒക്കെ നമുക്ക് 60-40 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു അടിപൊളി SUV ആണ് നമ്മുടെ ഈ ഒരു ജീപ്പിൻ്റെ കോമ്പസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക അഡ്വാൻസ്ഡ് ഫീച്ചറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും നമുക്ക് അതിനകത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്യൂവൽ എക്കണോമി ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് സിറ്റിയിലൊക്കെ ഒരു 9.9 10 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. ഹൈവേയിൽ ഒരു 7.5 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബേസ് പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് $37,000 നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ജീപ്പിൻ്റെ കോമ്പസിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു. ബൈ.